പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ മുമ്പ് ചെയ്തു വെച്ച മറ്റൊരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ചെയ്യുന്നത്. അതായത് ആ സോണി ഹൈഫൈ സിസ്റ്റം റിപ്പയർ ചെയ്യുന്ന ആ ഒരു വീഡിയോയുടെ തുടർച്ചയായിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ അതായത് അതിന്റെ തുടർച്ചയായിട്ട് അതിന്റെ റിപ്പയറിംഗ് ടിപ്പ് കാണിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. പക്ഷേ ആ റിപ്പയറിംഗ് കാണിക്കാൻ ഉള്ള അവസരം ഉണ്ടായില്ല. കാരണം റിപ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഈ സാധനം ഉള്ളത്. അപ്പോൾ റിപ്പയർ ചെയ്യുന്നതിന് പകരം അതിനകത്തൊരു USB മൊഡ്യൂൾ, നമ്മുടെ സാധാ USB പാനലും കയറ്റി അതിനകത്ത് പഴയ പോലെ തന്നെയുള്ള ആ 2 ചാനൽ ബോർഡും വെച്ചിട്ട് ഇത് പ്ലേ ചെയ്യാനുള്ള രൂപയ്ക്ക് മാറ്റിയെന്നുള്ളൂ. മറ്റൊന്നും ഇതിനകത്ത് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അത് നിങ്ങൾക്കൊരു പുതുമയോ പുത്തരിയോ അല്ലാത്തത് കൊണ്ടും വലിയൊരു സംഭവം ഒന്നും കാണിക്കാനില്ലാത്തതുകൊണ്ടും വളരെ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞു പോവാം. അപ്പോൾ ഇത് ആ രൂപത്തിലാക്കി മാറ്റുന്നത് കൊണ്ട് നമുക്ക് അതിനകത്ത് വലിയ കാര്യങ്ങളൊന്നും പറയാനില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു USB പാനലും ഒരു 2 ബോർഡും ഒരു ബാസ്റ്റബിൾ കൺട്രോൾ വെച്ചിട്ട് അസംബിൾ ചെയ്യുന്നതിന് തുല്യമാണ് ഇപ്പോൾ ഉള്ള അവസ്ഥ. അപ്പോൾ വളരെ സിമ്പിൾ ആയതുകൊണ്ട് അത് നേരിട്ട് ചെയ്തിട്ട് കാണിച്ചാണ് പറഞ്ഞുതരാം. അതായത് ഈ കാണുന്നതിൽ ഈ ബോർഡാണ് നമുക്ക് പവർ ബോർഡ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. അപ്പൊ ഈ ബോർഡിനകത്തേക്ക് നമ്മൾ ഈ 2 FET ബോർഡാണ് കയറ്റുന്നത്. അപ്പോൾ അത് IRF250യുടെ ബോർഡാണ്. ഓരോ ചാനൽ, ഒരു ബോർഡ് ലെഫ്റ്റ് ചാനലും ഒരു ബോർഡ് റൈറ്റ് ചാനലും ആയിട്ടാണ് കയറ്റുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ അലൂമിനിയം സിങ്കിന്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ട് ഇവിടെ ഉറപ്പിക്കാനാണ് പ്ലാൻ. അപ്പോൾ USB പാനലും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കാൻ പറ്റില്ല, പറഞ്ഞല്ലോ എനിക്ക് സുഖമില്ലാത്ത സമയത്ത് ഞാൻ കുറച്ചൊക്കെ ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രമായിട്ട് ഇതിൽ പറയാം. അപ്പോൾ നമ്മൾ ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതോടെ ഫിക്സ് ചെയ്ത് ഇതിനകത്തുള്ള വയറിങ് ഈ ബോർഡിന്റെ അടിയിൽ നിന്ന് സപ്ലൈ എടുത്തിട്ട് വയറിങ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്കുള്ള, അതായത് ടോൺ കൺട്രോളും 5 വോൾട്ടിനൊക്കെ വേണ്ട റെഗുലേറ്റ് ചെയ്യാനുള്ള 12 വോൾട്ട് ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കണം. അപ്പൊ അത് ഈ മെയിൻ ബോർഡിൽ നിന്ന്, ഈ വലിയ ബോർഡിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പൊ ഈ ഏരിയയിലൊക്കെ റെഗുലേറ്റഡ് വോൾട്ടേജ് ഉണ്ടെങ്കിലും നമ്മളെ സ്വന്തമായിട്ടുള്ള ഒരു 5 വോൾട്ട് റെഗുലേറ്ററൈസ് വെച്ചിട്ടാണ് നമ്മൾ റെഗുലേറ്റ് ചെയ്തിട്ട് USB ഉള്ള വോൾട്ടേജ് എടുക്കുന്നത്. അപ്പൊ ആ ലോ വോൾട്ടേജ് തന്നെയാണ് നമ്മൾ 12 വോൾട്ട് ഈ BT വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ തോതിലാണ് ഇതിന്റെ വയറിങ്. വളരെ സിമ്പിളായിട്ട് ആർക്കും മനസ്സിലാവുന്ന രൂപത്തിലാണ് ഇങ്ങനെയുള്ള ഒരു ഓഡിയോ വയറിങ് ചെയ്യാനുണ്ടാവുക. പക്ഷെ നമുക്ക് ഇതിനകത്ത് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടാവുക. ഈ ബോർഡും ഇതും കൂടി കോൺഫിഗർ ചെയ്ത് ഇതിൻ്റെ അകത്ത് കണക്ഷൻ ചെയ്ത് എടുക്കുക എന്നുള്ള ആ ഒരു പണിയാണ് ഇതിനകത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് കാണുക. അത് മാത്രമാണ് ഇതിനകത്ത് കുറച്ച് സമയം എടുക്കുക. അപ്പൊ ഇതിനകത്ത് മുൻപുണ്ടായിരുന്ന ടൈപ്പ് തന്നെ സാധാരണ ഒരു LM324ന്റെ BT ബോർഡാണ് ഇതിനകത്ത് ബാസ്റ്റബിളിന് ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ കൺട്രോൾസ് നമ്മൾ ഈ ഓഡിയോയുടെ ബാക്കിലാണ്, ലെഫ്റ്റ് റൈറ്റിന്റെ ഓഡിയോയുടെ ഈ പ്ലെയറിന്റെ ബാക്കിലായിട്ടാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഫ്രണ്ട് ഭാഗത്ത് അങ്ങനെ ഇരുന്നോട്ടെ എന്നുള്ള ആ കസ്റ്റമറുടെ ആവശ്യം പോലെ ഇത് ബാക്കിലേക്ക് വെച്ചാണ്. അതുപോലെ ഇൻപുട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഈ ഇൻപുട്ട് തന്നെയാണ് നമ്മൾ ഓക്സിന് കണക്ട് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്പീക്കർ ഈ ഔട്ട്പുട്ട് തന്നെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ ഔട്ട്പുട്ടിന്റെ ആവശ്യം നമുക്ക് ഇതിനകത്ത് എക്സ്ട്രാ ബോർഡ് കയറ്റുമ്പോഴേ വരുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ അവസ്ഥ. അപ്പോൾ റെഗുലേറ്റർ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇത് ഓൺ ആക്കിയും ചെക്ക് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ വളരെ ചുരുക്കി ചെയ്തതാണ്. അതായത് നമുക്ക് അത്രയും വലിയൊരു സംഭവമായിട്ട് ചെയ്ത ഒരു കാര്യമല്ലാത്തതുകൊണ്ട് മാത്രം അതൊന്ന് ചുരുക്കി ചെയ്തെന്നുള്ളൂ. അപ്പോൾ അത് ഇങ്ങനെ നമുക്ക് മാറ്റി മാനിപ്പുലേറ്റ് ചെയ്ത് ഉപയോഗിക്കാം. ശരിക്കും പറഞ്ഞാൽ ഒരു ബോർഡ് ഔട്ട്പുട്ട് പോയാൽ ഇങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക. പക്ഷെ ഇത് മൊത്തത്തിൽ നമ്മൾ ഫ്രഷ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് അതിൽ ആ ഒരു പുതുമയില്ല. അതായത് റിപ്പയറിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ആവശ്യം അതിനകത്ത് ചെയ്യേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അതിനകത്ത് സപ്ലൈ എടുത്ത് കണക്ട് ചെയ്യാന്നുള്ള വലിയ പണിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ചുരുക്കി ചെയ്ത്. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.